ഈ പറഞ്ഞ പോലെ സമത്വ സുന്ദരമായ ഒരു ലോകം സ്വപ്നം കാണുന്ന ഒരു പാർട്ടി അധികാരത്തിലിരിക്കുമ്പോൾ ആ പാർട്ടിയുടെ പോലീസ് ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകനെ അയാളുടെ വന്ധ്യവയോധികരായിട്ടുള്ള മാതാപിതാക്കളുടെ മുമ്പിൽ നിന്ന് ഷർട്ട് പോലും ഇടാതെ കൈലി മാത്രം ഉടുത്തിട്ട് പൊക്കിക്കൊണ്ടു പോവുകയാണ്. ഞാനിന്നിപ്പോൾ ഷാൻസ്ക്രിയായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറയേ, ഞാനും എൻ്റെ ഭാര്യയും, എനിക്ക് 63 വയസ്സ്, എൻ്റെ ഭാര്യയ്ക്ക് 57 വയസ്സ്. തൽക്കാലം ഞങ്ങൾക്ക് അസുഖമൊന്നും ഇല്ലാതെ ഞങ്ങളിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ, എൻ്റെ മക്കൾ ആയിട്ടിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അവരിൽ ആരെയെങ്കിലും വന്നിട്ട് പോലീസ് ഷർട്ട് പോലും ഇടാൻ സമ്മതിക്കാതെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ എനിക്കൊക്കെ ചിലപ്പോൾ ഹൃദയസ്തംഭനം വരുമെന്നാണ് പറയുന്നത്. ചിന്തിക്കാൻ എനിക്ക് കഴിയില്ല. അതുപോലൊരു അവസ്ഥയിൽ കൊണ്ടുപോയപ്പം ഷാജൻസ്കറിയയുടെ മാതാപിതാക്കൾക്ക് ആർക്കെങ്കിലും ജീവഹാനി ഉണ്ടായിരുന്നുവെങ്കിൽ ആര് മറുപടി പറയുമായിരുന്നതിന്? അവരുടെ ഒരു മനഃശക്തിയെ, ഒരു മനക്കെട്ടിയെ ഞാൻ സത്യം പറഞ്ഞാൽ വളരെയധികം ബഹുമാനിക്കുന്നു. കാരണം 90 വയസ്സ് കഴിഞ്ഞ് അവർ രോഗാതുരരാണ്. അവരുടെ മുമ്പിൽ നിന്ന് അവരുടെ മകനെ, അതൊരു പ്രമുഖ മാധ്യമ പ്രവർത്തകനെ ഷർട്ട് പോലും ഇടാതെ പൊക്കിക്കൊണ്ടുപോവാണ് പോലീസ്. ഇതെന്താണ് ഈ കേരളത്തിൽ നടക്കുന്നത്? ഇന്ത്യയിൽ ഏറ്റവും വലിയ സംസ്കാര സമ്പന്നമായ, രാഷ്ട്രീയ പ്രബുദ്ധമായ, പല കാര്യങ്ങളിലും മുന്നിൽ നിൽക്കുന്ന ഈ സംസ്ഥാനത്തൊരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തനം ഷർട്ട് പോലും ഇല്ലാതെ പൊക്കിക്കൊണ്ടുപോവുകയാണ്. പിന്നീടാണ് നമ്മൾ അറിയുന്നത്. എന്താണ് നമ്മൾ അറിയുന്നത്? ഏതോ ഒരു സ്ത്രീ പരാതി കൊടുത്തു. ആ പരാതി കൊടുത്തതെന്നാണ് 4 മാസങ്ങൾക്ക് മുമ്പ്. അപ്പം ആ 4 മാസങ്ങൾക്ക് മുമ്പ് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ അയാളെ പൊക്കിക്കൊണ്ടുപോവുകയാണ്.